അധ്യായം 19. രാജാവ് അബ്ശാലോമിനെ കുറിച്ച് ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് യോവാബ് കേട്ടു. എന്നാൽ രാജാവ് തന്റെ മകനെക്കുറിച്ച് വ്യസനിച്ചിരിക്കുന്നുവെന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനത്തിനൊക്കെയും ദുഃഖമായി തീർന്നു. ആകയാൽ യുദ്ധത്തിൽ തോറ്റിട്ട് നാണിച്ച് ഒളിച്ചു വരും പോലെ ജനമന്ന് പട്ടണത്തിലേക്ക് ഒളിച്ചു കടന്നു. രാജാവ് മുഖം മൂടി, എൻ്റെ മകനെ അബ്ശാലോമേ, അബ്ശാലോമേ, എൻ്റെ മകനെ എന്നുറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യോവാബ് അരമനയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന് നിന്റെയും നിന്റെ പുത്രീപുത്രന്മാരുടെയും നിന്റെ ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ജീവനെ രക്ഷിച്ചിരിക്കുന്ന നിന്റെ സകല ഭൃത്യന്മാരെയും നീ ലജ്ജിപ്പിച്ചിരിക്കുന്നു. നിന്നെ പായിക്കുന്നവരെ നീ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരെ നീ പായിക്കുന്നു. പ്രഭുക്കന്മാരും ഭൃത്യന്മാരും നിനക്ക് ഏതുമില്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു. അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും ഒന്ന് മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് നല്ല പ്രസാദമായിരുന്നു എന്ന് എനിക്കിന്ന് മനസ്സിലായി. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തു വന്ന് നിന്റെ ഭൃത്യന്മാരോട് സന്തോഷമായി സംസാരിക്കുക. നീ പുറത്തു വരാത്ത പക്ഷേ യഹോവയാണ്, ഈ രാത്രി ആരും നിന്നോടുകൂടെ താമസിക്കുകയില്ല. അത് നിന്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്ക് ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയ അനർത്ഥമായി തീരും. അങ്ങനെ രാജാവ് എഴുന്നേറ്റ് പടിവാതിൽക്കലിരുന്നു. രാജാവ് പടിവാതിൽക്കലിരിക്കുന്നു ജനത്തിനെല്ലാം അറിവ് കിട്ടി. സകല ജനവും രാജാവിന്റെ മുമ്പിൽ വന്നു. ഇസ്രയേലിയർ താന്താങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽപ്പെട്ടുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിന്റെയും അബ്യാഥാരിന്റെയും അടുക്കൽ ആളയച്ച് പറയിച്ചതെന്നാൽ, നിങ്ങൾ യഹൂദാമൂപ്പന്മാരോട് പറയേണ്ടത്, രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നതെന്ത്? രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രയേലിന്റെയും സംസാരം അവന്റെ അടുക്കലെത്തിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ. രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ അമാസയോട്, നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ, നീ യോവാബിന് പകരം എപ്പോഴും എൻ്റെ മുമ്പിൽ സേനാപതി ആയിരിക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറവി. ഇങ്ങനെ അവൻ സകല യൂദാപുരുഷന്മാരുടെ ഹൃദയം ഒന്നുപോലെ ആകർഷിച്ചു. ആകയാൽ അവർ, നീ നിന്റെ സകല ഭൃത്യന്മാരും മടങ്ങി വരുവിനെന്ന് രാജാവിൻ്റെ അടുക്കൽ പറയിച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാങ്കിലെത്തി. രാജാവിനെ എതിരേറ്റ് യോർദാൻ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യഹൂദാ പുരുഷന്മാർ ഗിൽഗാലിൽ ചെന്നു. ബഹൂരൂമിലെ ബെന്യാമീന്യനായ ഗേരയുടെ മകൻ ശിമെയിയും യഹൂദാ പുരുഷന്മാരോടുകൂടെ ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ ബന്ധപ്പെട്ടു ചെന്നു. അവനോടുകൂടെ 1000 ബെന്യാമീന്യരും ശൗലിന്റെ ഗ്രഹവിചാരകനായ സീബയും അവന്റെ 15 പുത്രന്മാരും 20 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവ് കാണുക യോർദാൻ കടന്നിയെന്നു. രാജാവിന്റെ കുടുംബത്തെ ഇക്കരെ കടത്തേണ്ടതിനും അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ശിമെയി യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന്റെ മുമ്പിൽ വീണു. രാജാവിനോട്, എൻ്റെ യജമാനന്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. യജമാനായ രാജാവ് യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വെക്കുകയും ഓർക്കുകയും അരുതേ. അടിയൻ പാപം ചെയ്തിരിക്കുന്നുവെന്ന് അറിയുന്നു. അതുകൊണ്ടിതാ യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ യോസേഫിന്റെ സകല ഗൃഹത്തിലും വെച്ച് അടിയനെന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സെരൂയയുടെ മകനായ അബീശായി, യഹോവയുടെ അഭിഷിക്തനെ ശപിച്ചിരിക്കുന്ന ശിമെയി അത് നിമിത്തം മരണശിക്ഷ അനുഭവിക്കേണ്ടയോ എന്ന് ചോദിച്ചു. അതിന് ദാവീദ്, സെരൂയയുടെ പുത്രന്മാരെ, ഇന്ന് നിങ്ങൾ എനിക്ക് എതിരാളികളാകേണ്ടതിന് എനിക്കും നിങ്ങൾക്കും തമ്മിലെന്ത്? ഇന്ന് ഇസ്രയേൽ ഒരുത്തനെ കൊല്ലാമോ? ഇനി ഞാൻ ഇസ്രയേൽ രാജാവെന്ന് ഞാൻ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പിന്നെ ശിമെയിയോട്, നീ മരിക്കയില്ല എന്ന് പറഞ്ഞ് രാജാവ് അവനോട് സത്യവും ചെയ്തു. ശൗലിന്റെ മകനായ മെഫീബോശത്തും രാജാവിനെ എതിരേൽപ്പാൻ വന്നു. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ അവൻ തന്റെ കാലിന് രക്ഷ ചെയ്യുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ എതിരേൽക്കാൻ യെരൂശലേമിൽ നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശത്തെ, നീ എന്നോടുകൂടെ വരാതെയിരുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവേ, എൻ്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറി രാജാവിനോട് പോകേണ്ടതിന് കോപ്പിടണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ. അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു. തിരുമനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. യജമാനായ രാജാവിന് മുൻപാകെ അടിയന്റെ പിതൃഭവനമൊക്കെയും മരണയോഗ്യരായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയെങ്കിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി. രാജാവിനോട് ആവലാതി പറവാൻ അടിയൻ ഇനി എന്ത് അവകാശമുള്ളൂ? രാജാവ് അവനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നതെന്തിനാ? നീയും സീബയും
നിലം പകുത്തെടുത്തു കൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫിബോശസ് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ. യജമാനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലെയാദ്യനായ ബർസില്ലായും രോഗലീമിൽ നിന്ന് വന്നു. രാജാവിനെ യോർദാനക്കരെ കടത്തി യാത്രയയപ്പാൻ അവനോടുകൂടെ യോർദാൻ കടന്നു. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. രാജാവ് ബർസില്ലയോട്, എന്നോടുകൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞെന്തെന്നാൽ, ഞാൻ രാജാവിനോടുകൂടെ യെരൂശലേമിൽ വരുന്നതിന് ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്കിന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതുമാകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനീയങ്ങളുടെ സ്വാദ് അടിയനറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരികളുടെയും സ്വരം എനിക്ക് നീ കേട്ട് രസിക്കാമോ? അടിയൻ യജമാനായ രാജാവിന് ഭാരമായിത്തീരുന്നത് എന്തിന്? അടിയൻ രാജാവിനോടുകൂടെ യോർദാൻ കടപ്പാനേ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നതിന് എൻ്റെ പട്ടണത്തിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിടകൊള്ളട്ടെ. എന്നാൽ നിന്റെ ദാസനായ കിംഹായിത അവൻ യജമാനായ രാജാവിനോടുകൂടെ പോരട്ടെ. നിനക്ക് പ്രസാദമായത് അവന് ചെയ്തു കൊടുത്താൽ. അതിന് രാജാവ്, കിംഹാം എന്നോടുകൂടെ പോരട്ടെ, നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം. നീ എന്നോട് ആവശ്യപ്പെടുന്നൊക്കെയും ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ സകല ജനവും യോർദാൻ കടന്നു. രാജാവ് യോർദാൻ കടന്ന ശേഷം ബർസില്ലായിയെ ചുംബനം ചെയ്ത് അനുഗ്രഹിച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. കിംഹാമും അവനോടുകൂടെ പോയി. യഹൂദാജനമൊക്കെയും ഇസ്രായേൽ ജനം പാതിയും കൂടി രാജാവിനെ ഇക്കരെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ ഒക്കെയും രാജാവിന്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദാ പുരുഷന്മാർ രാജാവിനെയും അവന്റെ കുടുംബത്തെയും ദാവീദിന്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്ത് എന്ന് പറഞ്ഞു. അതിലെ യഹൂദാ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചാർച്ചക്കാരനാകൊണ്ട് തന്നെ അതിന് നിങ്ങൾ കോപിക്കുന്നതിന്? ഞങ്ങൾ രാജാവിന്റെ വക വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു.